ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF സഹകരിക്കുന്ന കാര്യത്തിൽ നാളെ ചർച്ചയെന്ന് പറയുകയാണ് കൺവീനർ അടൂർ പ്രകാശ് 24-നോട്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാനാണ് CPM ശ്രമിക്കുന്നത്. CPIM BJPയും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് എല്ലാം എന്നും അടൂർ പ്രകാശ് പറയുന്നു. അങ്ങനെ നാളെ ഇക്കാര്യത്തെക്കുറിച്ച് മുതിർന്ന നേതാക്കന്മാരും UDFിൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നതാണ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. BJPയും CPMും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അവർ ഇതൊക്കെ ആവിഷ്കരിക്കുകയാണ്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് പിന്നാലെ പ്രതിനിധികളെ അയക്കാനും NSS തീരുമാനം. വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് NSSനുള്ളതെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കി. പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് സർക്കാരും ദേവസ്വം ബോർഡും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പൊതുജനങ്ങൾക്ക് ഉപാധികളോടെയാകും സംഗമത്തിലേക്ക് പ്രവേശനം. സംഗമം നടക്കുന്ന ദിവസം ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് നിയന്ത്രണം കൊണ്ടുവരാനും ആലോചനയുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, NSS അടക്കം SNDP അടക്കം അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അതിലെ പ്രതിനിധികളെ അയക്കാനൊക്കെ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഈ സമയത്തുണ്ടാകുന്ന അയ്യപ്പ സംഗമത്തിന് മുന്നിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യങ്ങൾ സർക്കാരിന്റെ വഴിയെ വരുന്നു അല്ലേ? ഹാഷ്മി, തീർച്ചയായും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം ഈ സമുദായ സംഘടനകളുടെ പിന്തുണ ഏറുന്നു എന്നതാണ്. രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും സമുദായ സംഘടനകൾ ഒപ്പം നിൽക്കുന്നതോടുകൂടി തന്നെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനം. ഈ മതസാമുദായിക സംഘടനയെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ പരിപാടി സംഘടിപ്പിക്കുക എന്നതാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡ് യോഗശേഷം മാധ്യമങ്ങളെ പ്രതിനിധികൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ബോധപൂർവമായി വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന നിലപാട്. ഏകദേശം 3000-ഓളം ഈ പ്രതിനിധികളെയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ ഔദ്യോഗികമായി ക്ഷണക്കത്ത് നൽകി കഴിഞ്ഞു. 500 വിദേശ പ്രതിനിധികളും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. ഇവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവർക്ക് കത്തുകൾ അയച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഈ പ്രധാനമായും ചില നിബന്ധനകൾക്ക് വിധേയമായിരിക്കും പ്രതിനിധികൾക്ക് അയ്യപ്പ സംഗമത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. അവർ നേരത്തെ ശബരിമലയിൽ ദർശനം നടത്തിയവരായിരിക്കണം. 3 വർഷത്തിലൊരിക്കൽ ഈ 2 തവണയെങ്കിലും ഈ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കണം. ഒപ്പം ഈ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി പ്രവേശനം നേടിയവരായിരിക്കണം എന്നുള്ള നിബന്ധനകൾ ഉൾപ്പെടെ ഇതിൽ മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യതയുള്ളത്. ഒപ്പം ഈ വിദേശ പ്രതിനിധികളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ സംഗമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, ഈ സംഗമം നടക്കുന്നത് മാസപൂജയ്ക്ക് ശബരിമല നട തുറക്കുന്ന ദിവസം കൂടിയാണ്. ആ ദിവസത്തിൽ ഭക്തർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒരു ആലോചനയുണ്ട്. കാരണം ഈ സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് കൂടുതൽ ദർശനം നടത്താൻ വേണ്ടിയാണ് ഭക്തരുടെ എണ്ണത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. അന്ന് മാസപൂജയ്ക്കായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന പ്ലോട്ടുകൾ കുറച്ച് വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ ഒരു ആലോചന ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും. എന്തായാലും ഈ വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ദേവസ്വം ബോർഡും സർക്കാരും ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ നാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായി ക്ഷണിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൂടിയാലോചനയിലൂടെ ആയിരിക്കും തീരുമാനമുണ്ടാകുന്നത്. ഭക്തർ എന്ന നിലയ്ക്ക് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ക്ഷണിക്കാനാണ് നിലവിൽ സർക്കാരും ദേവസ്വം ബോർഡും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറെ കൂടി വ്യക്തത വരുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.